നിങ്ങളെ പോലത്തെ ഈ ജോസാറ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ട് ഈ ജോസാറിനെ കാണാൻ ഇതെല്ലാം പറയുന്നത് ഞാനല്ല. എനിക്ക് ശരീരമില്ല, മാത്രമേ ശരീരമുള്ള മാണിക്കുഞ്ഞേട്ടൻ ഈ വർഷം വന്നിട്ട് നമ്മുടെ തലയിൽ കയറി നമ്മളെ കാണുന്ന ജോസാറിനെ നമ്മൾ ഇന്നല്ല വരപ്പിച്ചില്ല. കാരണം ജോസാറിന്റെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരുന്നു. സാറിന് ഓർമ്മയുള്ളതല്ലേ? പണ്ട് ചെറുപ്പത്തിൽ മുട്ടായി വാരി കളിച്ചു, മണ്ണ് വാരി കളിക്കുന്ന സാറിന് തീപ്പൊളി വേണം, തീപ്പൊളി വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അതാ രണ്ട് വർഷം നമ്മുടെ മുന്നോട്ട് കടന്നു കഴിഞ്ഞിരിക്കാൻ മക്കളെ, കടന്നു കഴിഞ്ഞിരിക്കാം. ജോസാറിനെ കുറിച്ച് പറയുന്നത് ജോസാറിന് ചിരിക്കുകയാണെങ്കിൽ മക്കളെ മുത്താണ് വീഴുന്നത്. നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ നന്നാവും എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിക്ക് ഓർമ്മയുണ്ടതല്ലേ? എനിക്ക് ഓർമ്മ. പണ്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുമ്പോൾ ചോദിച്ചത് ആരോടാന്നറിയോ? എന്നോടല്ല, എന്റെ വീട്ടുകാരോടല്ല. അപ്പോൾ ജോസാറിനോട് നമുക്കറിയാം. ജോസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല്ല് നോക്കി, ജോസാറിനെ ഇപ്പൊ നോക്കി രജനികാന്ത് വിജയ് വരുന്നത് പോലെ ഇമാതിരി ഗ്ലാമറുള്ള ഒരാളെ കിട്ടില്ല മക്കളെ, കിട്ടില്ല. അതൊക്കെ അറിയുന്നു. സെൻസ് വേണം, സെൻസ് വേണം. പിന്നെ മാണിക്കുഞ്ഞേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലാമർ എന്ന് പറയുന്നത് മാണിക്കുഞ്ഞേട്ടന്റെ ഡിക്ഷണറിയിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് മാണിക്കുഞ്ഞേട്ടൻ അതേപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ കൂടുതലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോസാർ എന്ന് പറയുന്നത്. ആ ജോസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ കരഞ്ഞു പോകും, മക്കളെ കരഞ്ഞു പോകും. ജോസാറിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു പാട്ട് മക്കളെ ഞാൻ പാടാം. അടണ പാടേണം എനിക്കിന്ന് പാടി കൊതിക്കണം, അടണ പാടേണം എനിക്കിന്ന് ആടിക്കൊഴിയണം, കേൾക്കണം എന്റെ കഥ നീ ഒന്ന് കേട്ടിടണം, ഞാൻ കൂടെ ജീവിക്കാനായി ആശയുള്ള മണിയെ നീ കേട്ടിടണം, കുഞ്ചമരമ്പത്ത് പാമ്പിന്റെ പൊത്ത് ഊസ്റ്റ് വന്ന മണി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ തുടരുകയാണ്. അടുത്തതായി നമ്മുടെ ഗംഗാധരൻ ചെങ്ങായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഗാധരേട്ടന്റെ പല്ല് നോക്കൂ, ആ പല്ല് നോക്കൂ മോനെ, 914 ഗോൾഡ്. ആ പല്ലൊന്ന് വിറ്റാ മതി മക്കളെ, നമ്മുടെ മക്കളാണ്. രാമേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാമേട്ടന് വലിപ്പമില്ലാന്നുള്ളൂ, പക്ഷെ ബുദ്ധിയാണ് രാമേട്ടന്റെ തലയിൽ. ആ ഗംഗാധരേട്ടന്റെ മുഖത്തേക്ക് നോക്കൂ, ആ പല്ലിലേക്ക് നോക്കൂ, ആ പല്ലിന്റെ കളർ മക്കളെ 916 ഭീമ ഗോൾഡ്. ആ ഗോൾഡ് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കിട്ടിക്കാം. ഇതേപോലെ നമ്മുടെ ജോസാറിനെ കുറിച്ച് പറഞ്ഞത് ജോസാറിനെ കാണുമ്പോൾ ഇരിക്കേണ്ടതാണ് ജോസാർ. ഇന്നലെ വരെ എന്നെ മന്ത്രി വിളിച്ചിരുന്നു. നീ ആ ജോസാറിനൊന്നും കൂടി പറഞ്ഞു വിടുന്നു. എന്റെ മനസ്സാക്ഷി, എന്റെ കഴിവ്, ഇതെല്ലാം ഞാൻ തെളിയിക്കുന്ന. ഞാൻ പണ്ട് ഇതേപോലെ ഗുജറാത്തിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഇതേപോലെ ഒരു സാറ് എൻ്റെ അടുത്തുണ്ടായിരുന്നു.
ആ സാറിനെ ഞാൻ പറ്റി, ആ സാറിന്റെ മക്കളെ ഞാൻ പറ്റി, ആ സാറിന്റെ മോളെ ഞാൻ പറ്റി. ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ കാരണമാണ് ആ മാണിക്കുഞ്ഞാട്ട ഗംഗാധര ചേട്ടന്റെ മുഖത്തേക്ക് നോക്കും മക്കളെ. ഗംഗാധരേട്ടൻ കോർട്ട് പിടിച്ച മകൾ വെല്ലുവിളി 1 ചെറുവിടെ 5 മകളെ. രാമേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശില്പമില്ല എന്നുള്ളൂ, പക്ഷേ ഗ്ലാമറിന്റെ മക്കളെ പറയുകയാണെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞു പോകും നമ്മൾ. ഒരിക്കലും മറക്കില്ല, മരിക്കുമ്പോഴും മറക്കില്ല ഈ കലാലയം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ ഇമ്പോർട്ടന്റ് സോഷ്യൽ സയൻസ് എന്ന് പഠിപ്പിച്ചു തന്ന സാറിനോട് നമ്മൾ കാലിൽ വീണ് കരയണം മക്കളെ, കാലിൽ വീണ്. പിന്നെ മാണിക്കുഞ്ഞേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാണിക്കുഞ്ഞേട്ടന്റെ പുള്ളി ഗ്ലാമർ നിൽക്കുന്നത് ആ വയറിലാണ്. അതറിയില്ല മാണിക്കുഞ്ഞേട്ടന്. ആനയുടെ വലിപ്പം ആനക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞേട്ടന്റെ വയർ മാണിക്കുഞ്ഞേട്ടൻ അറിയുന്നില്ല. മാണിക്കുഞ്ഞേട്ടന്റെ പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും അറ്റാക്ക് വന്ന് മരിച്ചു പോവും. പക്ഷേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം തുടരുകയാണ്. അടുത്തതായി നമ്മുടെ മാണിക്കുഞ്ഞേട്ടൻ ഈ സ്കൂളിൽ വന്ന് ഭയങ്കരമായ ഒരു കത്തിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പണ്ട് മൂപ്പർ പട്ടാളത്തിൽ പോയി എന്നും തോക്കുണ്ടായിരുന്നു എന്നും, പിന്നെ ആ തോക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോൾ മാണിക്കുഞ്ഞേട്ടൻ ഞങ്ങളെ മുഖത്ത് നോക്കി അതിസാഹസികമായ നുണയാണ് സാറേ പറഞ്ഞത്. തോക്ക് പ്രിൻസിപ്പൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ മൊബൈൽ ഫോൺ പിടിച്ചു വെക്കുന്നത് പോലെ, ഞങ്ങളുടെ ഫോൺ ബാഗ് എന്നിവ പിടിച്ചു വെക്കുന്നത് പോലെ മാണിക്കുഞ്ഞേട്ടന്റെ തോക്ക്, ആ ഉണ്ടയുള്ള തോക്ക് അത് എടുത്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ഇത്രയും പറഞ്ഞ് എനിക്കെന്താണെന്നറിയുന്നില്ല. പൊട്ടിക്കരയാനാണ് മക്കളെ ചോദിച്ചത്. പൊട്ടിക്കരയാൻ ആ മാണിക്കുഞ്ഞേട്ടന്റെ സ്ഥാനത്ത് പൊളിറ്റിക്സാർ പട്ടാളത്തിൽ പോവുകയാണെങ്കിൽ ഇന്ന് ക്യാപ്റ്റനായി മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ വരേണ്ട ആളായിട്ട്. പക്ഷേ ജോസാർ അത് അനുവദിച്ചില്ല. ജോസാറിനറിയാം നമ്മളെ പോലത്തെ കുട്ടികൾ ഈ ക്ലാസ്സിൽ വരാനുണ്ട്. ഗംഗാധരേട്ടന്റെ മുഖത്തേക്ക് നോക്കൂ, നിങ്ങൾ ഒന്ന് നോക്കൂ, ആ ചിരി നോക്കൂ, ആ പുഞ്ചിരി നോക്കൂ. ഗംഗാധരേട്ടൻ ഈ സ്കൂളിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നില്ല. രാത്രി 12 മണിക്ക് ഇവിടെ വന്നാൽ ഗംഗാധരേട്ടൻ ഇവിടെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ ഗംഗാധരേട്ടൻ അത് അറിയുന്നില്ല. ഉറങ്ങുന്നത് ഗംഗാധരേട്ടൻ അറിയുന്നില്ല. പക്ഷെ അറിയുന്നത് നമ്മൾ മാത്രമായിരുന്നു. ഗംഗാധരേട്ടന്റെ ഗ്രാമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഗാധരേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഗംഗാധരേട്ടൻ ബെഞ്ചിൽ ഇട്ടിരുന്ന കാലത്ത് അന്ന് ഗംഗാധരേട്ടൻ തീപ്പിളി വേണം, തീപ്പിളി വേണം, ചെക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു. അന്ന് അറിയില്ലായിരുന്നു. അന്ന് മാണിക്കുഞ്ഞേട്ടന്റെ ഊരി ഞാൻ ഇട്ട് കുറിച്ചു, പാകമായില്ല. പിന്നെ കുത്തി ഞാൻ വളർന്നു. പണ്ട് എന്റെ ഒക്കത്തിൽ നിന്ന് വളർന്ന ആളാണത്. മരിക്കുമ്പോൾ ഞാൻ മറക്കില്ല ഈ കലാലയം. പിന്നെ മാണിക്കുഞ്ഞേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് മുതലേ ഞാൻ മാണിക്കുഞ്ഞേട്ടനെ പൊക്കിയത് വയറും പൊക്കിട്ടായിരുന്നു. പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ജോസാറിന്റെ വീട്ടിൽ പോയി ചായ കുടിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിർത്തുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് തുടരുകയാണ്. ആ ജോസാറിന്റെ ചിരി നോക്കും മക്കളെ, ചിരി നോക്കും. ജോസാറും മാണിക്കുഞ്ഞേട്ടനും ഒരു വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ജോസാറിന് വെക്കേണ്ട ഭക്ഷണം മാണിക്കുഞ്ഞേട്ടൻ തിന്നുമോ എന്ന് നമുക്ക് ഡൗട്ടുണ്ട്. സെന്റ് ഓഫ് വരികയാണ്. മാണിക്കുഞ്ഞേട്ടനും ജോസാറും ഒരുമിച്ച് തിന്നാൽ
100 ചോറിന്റെ സ്ഥാനത്ത് 250 ചോറ് വേണ്ടി വരും. 250 ചോറ്. ആ ഗംഗാധരേട്ടന്റെ മുഖത്തേക്ക് നോക്കൂ, അദ്ദേഹത്തിന്റെ ശരീരം നോക്കൂ, മെലിഞ്ഞ് തൊലിഞ്ഞ് അങ്ങ് ഒട്ടിയിരിക്കുകയാണ് ഗംഗാധരേട്ടൻ. മുപ്പരെ ഗ്ലാമർ മൊത്തം ആ പല്ലിലാണ്. 916 ഭീമാ ഗോൾഡാണ് മക്കളെ, ഭീമാ ഗോൾഡ്. അതേപോലെ ജോസാറിന്റെ ചിരി നോക്ക് മക്കളെ, ചിരി നോക്ക്, ആ പല്ല് നോക്ക്, അതിൽ നിന്നൊരു തുപ്പലം ധരിച്ചാൽ ആ തുപ്പല് നിങ്ങൾ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നിങ്ങൾ നന്നാവും മക്കളെ, നിങ്ങൾ നന്നാവും. വർഷങ്ങൾക്ക് ശേഷം 2 വർഷം കഴിഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ രാമേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നോക്കും മക്കളെ, എമ്മാതിരി ഗ്രാമമാണ്. പല്ലില്ലെങ്കിലും മൂപ്പർ പല്ലില്ല ആൾക്കാരെ പോലെയാണ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു പല്ല് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം മക്കളെ, പുണ്യം ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ആശയുണ്ടായിരുന്നു. ആ ആശയ്ക്ക് ജോസാറിനെയും എല്ലാ ആൾക്കാരെയും ഞാൻ ക്ഷണിക്കും. ഇത് കഴിഞ്ഞതിന് ഉടൻ തന്നെ +2 ജീവിതം തന്നെ ഒഴിക്കോ. +2 ജീവിതം കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ ജീവിത കഥയിലേക്ക് കിടക്കും. ഞാൻ ചിലപ്പോൾ കല്യാണം കഴിച്ചില്ല എന്നൊക്കെ പറയും. ആ കല്യാണത്തിന് വേണ്ടി തന്നെ ഞാൻ ഉണ്ടാക്കിയൊരു പാട്ടുണ്ട്. ഉമ്മാൻ പെണ്ണെട്ടണമ്മാൻ പെണ്ണെട്ടണമ്മാൻ പെണ്ണെട്ടണം. ക്ലാസ്സിലെ സാറ് ജോസാറ് പെണ്ണെട്ടിമാ, ഞാനിന്നെ പെണ്ണെട്ടിക്കുമാ, എനിക്ക് പെണ്ണെട്ടണം. രാമേട്ടൻ പെണ്ണെട്ടിമ്മ, 5-6 കുട്ടികളായിമ്മ, എനിക്ക് പെണ്ണെട്ടണം. പട്ടാളത്ത് പോയ മാണിക്കുഞ്ഞ് പെണ്ണെട്ടിമ്മ, എനിക്ക് പെണ്ണെട്ടണമ്മ, എനിക്ക് പെണ്ണെട്ടണം. ഇത്രയും പറഞ്ഞു ഞാനെന്റെ ഈ പ്രസംഗം ഉപസംഹരിക്കുന്നു.